ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജിന് തന്നെ ഞാനത് എടുത്തിട്ട് ചാടുന്ന സമയത്ത് ആ സ്റ്റേജിന് എൻ്റെ ഈ ചെസ്റ്റ് ലെവലിൽ ഹൈറ്റ് ഉണ്ട്. റോപ്പിലൊന്നും അല്ല, ഞാനത് ശരിക്കും ചാടിയത് തന്നെയാ. അടി കൊണ്ടായിരുന്നോ ശരിക്കും? ഇല്ല, ഒരടി പോലും എനിക്ക് കൊണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. മോഡലിംഗ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കുറേ ഫോട്ടോ കണ്ട് ചേച്ചിയുടെ, അതായത് ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുണ്ട്, അല്ലാതെ ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റിനോടൊക്കെ പ്രതികരിക്കും? ഇപ്പോൾ മെയിനായിട്ടുള്ള കമൻസ് കാണിച്ച് ജീവിക്കുന്നു, ജീവിച്ച് കാണിക്കുന്നു, അങ്ങനെയൊക്കെ കമൻസ് ഒക്കെ അല്ലേ വരുന്നത്. കമൻസ് ഞാൻ നോക്കാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കണ്ടിട്ട് AI ആണ്. ആണോ? അയ്യോ അല്ലേ, AI അല്ല. അത് ഒന്നും എഡിറ്റ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമല്ലോ ഫോട്ടോഗ്രാഫീസ്. AI അല്ലത്, അത് ഞാൻ തന്നെയാ. സ്വന്തം ഫോട്ടോ കണ്ടിട്ട് എക്സ്പ്രഷൻ ഇടുന്നു. ബീഫൊക്കെ ഇഷ്ടമാണ്? അയ്യോ, വിവാദാക്കല്ലേ. ഹായ്, ഹലോ, അണ്ടർസ്കോർ എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ള ആളാരാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഐശ്വര്യ ചേച്ചിയാണുള്ളത്. നമസ്കാരം ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായി പോകുന്നു. സുഖമായിട്ടിരിക്കുന്നത്. ആർട്ടിസ്റ്റാണ്, ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, അതിലുപരി ഒരു നേഴ്സാണ്. ഇപ്പോൾ കുണ്ടന്നൂർ ലഹളയിലെ ആ സ്റ്റണ്ട് കൊണ്ട് വൈറലായിട്ട് നിൽക്കുന്നു. അതെ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ചെറിയൊരു മൂവിയാണ്, എൻ്റെ 5ാമത്തെ മൂവിയാണ്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് സ്റ്റണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റാൻഡൊക്കെ പിടിച്ച് സ്റ്റണ്ട് ചെയ്യുന്നത്, അതെങ്ങനെയായിരുന്നു പറ്റിയത് സംഭവം? അത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറഞ്ഞിരുന്നു, നമുക്ക് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഇങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്തെ ചെറിയൊരു വഴക്കൊക്കെ നടക്കുന്ന ഇതാണ് എന്നവർ ഒരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. സ്പോട്ടിലെത്തി അതിൽ സ്റ്റണ്ട് ചെയ്തത് റോബിൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 7 ദിവസം നീണ്ടു നിന്നൊരു ഷൂട്ടായിരുന്നു അത്, ആ സ്റ്റണ്ടിൻ്റെ മാത്രം. അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ എൻ്റെ ഹൈറ്റും എൻ്റെ ആ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് എനിക്ക് തന്നിരുന്നത് നിങ്ങൾ കണ്ട ആ സ്റ്റണ്ട് ക്രിയേഷനായിരുന്നു. അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന്. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അത് ഒരു മൂമെൻറ്റ്, കാരണം നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇഞ്ചുറി ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ആ സ്റ്റണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജിന് തന്നെ ഞാനത് എടുത്തിട്ട് ചാടുന്ന സമയത്ത് ആ സ്റ്റേജിന് എൻ്റെ ഈ ചെസ്റ്റ് ലെവലിൽ ഹൈറ്റ് ഉണ്ട്. ഞാൻ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഈ ചെസ്റ്റ് ലെവലിലായിരുന്നു ഹൈറ്റ്. അപ്പം അതിൻ്റെ മേലിൽ നിന്ന് വേണം എടുത്ത് ചാടാനായിട്ട്. അങ്ങനെ അതിലൊരു 3ാമത്തെ ടേക്കിൽ അത് ഓക്കെ ആയി. അപ്പോൾ റോപ്പ് ഉണ്ടായിരുന്നോ അപ്പോൾ ചാടുമ്പോൾ? ഇല്ല, ഞാനത് താഴെ ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ലാൻഡ് ചെയ്ത് എനിക്ക് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ റോപ്പിലൊന്നും അല്ല, ഞാനത് ശരിക്കും ചാടിയത് തന്നെയാ. ഓക്കെ. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും റോപ്പിലൊക്കെ അല്ല പറന്ന് ചാടുന്ന കണക്കാണ് തോന്നുന്നത്. പിന്നീട് 2ാമതൊരു സീനുണ്ട്, ഈ മുഖത്തിങ്ങനെ, അതായത് പിടിച്ചു നിർത്തി മുഖത്തടിക്കുന്ന ഒരു സീൻ. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് അടി ഉണ്ടായിരുന്നു? ആക്ച്വലി അത് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാ, നാട്ടിൻപുറത്തുകാരിയാണ്. പക്ഷെ അതിൽ കുറച്ച് ഒരു അടിച്ചുപൊളിയായിട്ട്, ഇപ്പോൾ തൊഴിലുറപ്പിന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം നമ്മൾ സ്റ്റണ്ട് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ആ രീതിയിലൊരു മാനറിസം കൊണ്ടുവരാനാണ് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അതായത് എങ്ങനെ ഇപ്പോൾ ഞാൻ പറയണേ, അവിടെ സ്റ്റണ്ട് നമ്മൾ അടിക്കുകയും വേണം, പക്ഷേ നമ്മളുടെ ആ ഒരു ബ്യൂട്ടിയിൽ മാറ്റമൊന്നും വരികയും ചെയ്യരുത്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ അടിച്ചിട്ട് ആ ഹെയറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പോകുന്ന ആ സീനൊക്കെ. പക്ഷെ അടി കൊണ്ടായിരുന്നോ ശരിക്കും? ഇല്ല, ഒരടി പോലും എനിക്ക് കൊണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. അങ്ങോട്ട് കൊടുത്തവർക്ക് കൊണ്ടായിരുന്നോ? ഒരു പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ താടിക്ക് ഇങ്ങനെ ആ ചേച്ചീൻ്റെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ അവർ നല്ല സപ്പോർട്ടായിരുന്നു. കോഴിക്കോട് ടീംസ് ആയിരുന്നു അവർ, ചേച്ചിമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മോളെ കുഴപ്പമില്ല, കൈ കൊണ്ടാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. ടേക്ക് ഓക്കെ ആകണം എന്നായിരുന്നു. പിന്നെ അതിൽ ഒരു ട്യൂബിൽ ചെന്ന് അടിച്ച് വീഴുന്നൊരു സീനുണ്ടല്ലോ, അപ്പോൾ അതിൽ വയറിലിങ്ങനെ ചവിട്ടുവാ ഞാൻ.
അപ്പോൾ ചേച്ചി പറഞ്ഞു മോൻ ചവിട്ടിക്കോ എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന്. അപ്പോൾ ചേച്ചിമാർ അത്രയും സപ്പോർട്ട് തരുക. പക്ഷെ എന്നാലും നമ്മൾ ആ രീതിയിൽ അവർക്ക് കുഴപ്പമൊന്നും വരാത്ത രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ചവിട്ടി വയറ്റിൽ അതിൽ ഇതൊക്കെ ഉണ്ടല്ലോ എന്നാലും ചവിട്ടി. ഓക്കെ. അപ്പോൾ ഈ കുണ്ടന്നൂർ കുൽസിത ലഹള, കുണ്ടന്നൂരിലെ കുൽസിത ലഹള. ഓക്കെ. അപ്പോൾ ആ ഒരു മൂവിയാണെന്ന് തോന്നുന്നു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ക്യാരക്ടർ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഒരു മൂവി. അതെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 മൂവീസ് ചെയ്തെങ്കിലും അതിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഇത് ചെയ്തത് ഈ കുണ്ടന്നൂരിലെ കുൽസിത ലഹളയിലാണ്. അതിലൂടെ കുറച്ചുപേരെങ്കിലും വലിയതായിട്ടല്ലെങ്കിൽ കുറച്ചുപേരുടെ ഇടയിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ. ഓക്കെ. എങ്ങനെ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു വീണ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കോഴിക്കോട് ദാസേട്ടൻ, കോഴിക്കോട് അവരൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടെയുള്ള? അതായത് അവരൊക്കെ എന്താ പറയണ്ടേ, നമുക്ക് ഫുൾ സപ്പോർട്ടാണ് അവർ തരുന്നത്. കാരണം എന്നിൽ എക്സ്പീരിയൻസ് ഉള്ള ആക്ട്രസ് ആയിരുന്നു അവരെല്ലാം. അപ്പം വീണേച്ചി ആണെങ്കിലും ആശേച്ചി ആണെങ്കിലും, ആശേച്ചിയൊക്കെ നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരിക്കണം, ക്യാമറയിൽ ഇങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടേതായ കുറച്ച് മാനറിസം അങ്ങനെ നമ്മൾ കയ്യിൽ നിന്നിടണം, ഡയറക്ടർ പറഞ്ഞു തന്നാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആശേച്ചിയൊക്കെ നല്ല രീതിയിൽ വീണേച്ചി ആയാലും നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരുമായിരുന്നു. നമ്മളൊക്കെ അവരുമായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഓഫ് സ്ക്രീനിൽ അവർ പറഞ്ഞു തരും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അവരുടെ എക്സ്പീരിയൻസാണ് കൂടുതൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു മെമ്മറിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചേച്ചി ഈ ഫിലിമിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു? അതായത് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ അതോ ഇങ്ങനെ ഓരോ അവസരങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ പോയി ഒഡീഷന് കയറി അങ്ങനെ വന്നതാണോ? എങ്ങനെയായിരുന്നു ആ ഒരു ഫിലിമിലേക്കുള്ളൊരു യാത്ര? ആക്ച്വലി അത് ഈ കൊറോണയുടെ ടൈമാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ നേഴ്സാണ്. അപ്പോൾ നമുക്ക് കൊറോണയുടെ ടൈമിൽ ഡ്യൂട്ടി ഇപ്പോൾ 5 ദിവസം ഡ്യൂട്ടിയാണെങ്കിൽ 5 ദിവസം ഓഫൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്താണ് കൂടുതൽ ഇൻസ്റ്റഗ്രാം നമ്മൾ നോക്കാനൊക്കെ തുടങ്ങിയത്. അതിൽ നമുക്ക് കുറേ ഞാൻ മോഡലിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഞാൻ വെറൈറ്റി രീതിയിൽ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ കുറേ റിക്വസ്റ്റ് മെസ്സേജൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിൽ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് സിനിമ ഫീൽഡിലുണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നെ ചെറിയ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ സിനിമയിലേക്ക് കയറുന്നത്. ഓക്കെ. ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടോ? അതെ, ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തില്ല. എങ്ങനെയാണ് ഈ നഴ്സിങ്ങും സിനിമയിൽ അഭിനയം കൂടി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നത്. നമുക്ക് അതായത് പാഷനേറ്റ് ആയിട്ട് സിനിമ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു ജോബ് കാണുമല്ലോ. അതെ. ഇതിനിടയിൽ എങ്ങനെയാണ് സമയം? ആക്ച്വലി നമുക്ക് ലീവുകളൊക്കെ അടുപ്പിച്ച് ഞാൻ എപ്പോഴും എടുക്കത്തില്ല. അപ്പം ലീവ് ഓഫ് കിട്ടുന്നതൊക്കെ നമ്മൾ അടുപ്പിച്ച് എടുത്തിട്ട് ഷൂട്ടിനൊക്കെ പോകുന്നത് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ എപ്പോഴും നമുക്ക് ലീവ് ചോദിക്കാനും പറ്റില്ല. കുറേ മൂവീസ് അങ്ങനെ എൻ്റെ കൈ വിട്ടു പോയിട്ടുണ്ട്. കാരണം അവരുടെ ടൈമിൽ അവർ നമുക്ക് ഡേറ്റ് വരും, നമുക്ക് അതനുസരിച്ച് പോകാൻ പറ്റില്ല. എനിക്ക് ലീവ് അതനുസരിച്ച് കിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ വർക്കുകളൊക്കെ പോയിട്ടുണ്ട്. ലീവ് കിട്ടുന്ന അനുസരിച്ച് പറ്റുന്ന പോലെയൊക്കെ ചെയ്താണ് ഇവിടം വരെ എത്തുന്നത്. പിന്നെ ഇപ്പം ഡബ്ബിങ് ഫീൽഡ് ആയാലും അതവർ ഇന്ന ദിവസം ഉണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ ഡേറ്റ് തരുമല്ലോ. അപ്പം എൻ്റെ ആ ഓഫ് നമുക്ക് റിക്വസ്റ്റഡ് ഓഫൊക്കെ ചെയ്യും. അങ്ങനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ ഡബ്ബിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഡബ്ബിങ്ങിൽ ചേച്ചിക്ക് ഒരു അവാർഡ് കിട്ടിയതായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതെന്താണ് സംഭവം? അതെ, അത് സജീവ് കിളികുളം സംവിധാനം ചെയ്ത തിറയാട്ടം മൂവി. അതിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നായികയുടെ ഒരു കൂട്ടുകാരിയായിട്ട്. തിറയാട്ടം എന്നായിരുന്നു മൂവിയുടെ പേര്. അതിൽ കണ്ണൂർ ഭാഷയിൽ ഞാൻ ഡബ് ചെയ്തേ. അപ്പോൾ അതിൽ ഡബ്ബിങ് ഫീൽഡ് ഉണ്ട്, പക്ഷേ കണ്ണൂർ ഭാഷ നമുക്ക് അത്ര വശമല്ല. അപ്പോൾ സാറ് നമ്മൾ ലൊക്കേഷനിൽ വെച്ച് ഇങ്ങനെ ഡബ്ബിങ് ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്ക്രിപ്റ്റ് ഓൾറെഡി സാറ് കണ്ണൂർ സൈഡാണ്. അപ്പം നമുക്കത് ആ സ്ലാങ് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് പിന്നെ സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തും സാർ അത് പൈലറ്റിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തത്. അതിലൊരു അവാർഡ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നാട് എവിടെയാണ് ചേച്ചീൻ്റെ? കേട്ടില്ല. ശരിക്കും നാട് എവിടെയാണ്? നാട് ആക്ച്വലി ആലപ്പുഴ ജില്ലയാണ്, മൊഹമ്മ. എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് തലയോലപ്പറമ്പിലോട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ആലപ്പുഴക്കാരിക്ക് കണ്ണൂർ സ്ലാങ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര പാടാണ് അത് പറയാൻ. അത് എങ്ങനെ ഉണ്ടായിരുന്നു?
പറയാൻ പാടായിരുന്നോ? പാടായിരുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ സാർ അത് നന്നായിട്ട് നമ്മളെ ഞാൻ എൻ്റെ ഡയലോഗ്സ് ഒക്കെ ഓർക്കുന്നില്ല. നമ്മളിപ്പോൾ വിശ്വേട്ട എന്നൊക്കെ വിളിക്കത്തില്ലേ, അതിൽ വിശ്വേട്ട അങ്ങനെ എന്തൊരു, ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും. ഇപ്പം ആ സമയത്ത് സാറ് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. ഇപ്പൊ ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ അറിയൂ? നിങ്ങൾ കണ്ണൂർ ഭാഷ തന്നെ പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ തന്നെ തിരിച്ചു പറയാം. അങ്ങനെയുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് മോഡലിംഗ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കുറേ ഫോട്ടോ കണ്ട് ചേച്ചിയുടെ, അതായത് ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ഉണ്ട്, അല്ലാതെ ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റിനോടൊക്കെ പ്രതികരിക്കുന്നത്? കമൻറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പം മെയിനായിട്ടുള്ള കമൻസ് കാണിച്ച് ജീവിക്കുന്നു, ജീവിച്ച് കാണിക്കുന്നു, അങ്ങനെയൊക്കെ കമൻസ് ഒക്കെ അല്ലേ വരുന്നത്. കമൻസ് ഞാൻ നോക്കാറില്ല, കാരണം എൻ്റെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ടുണ്ട്, അപ്പോൾ ഞാൻ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ കമൻറ്റ് നെഗറ്റീവും പോസിറ്റീവും പറയാൻ രണ്ട് തരം ആൾക്കാരുണ്ട്. ഏതൊരു കാര്യത്തിനായാലും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുത്താൽ മതിയല്ല. ഒത്തിരി നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട്. എന്തിനാ സ്ലീവ്ലെസ് ഇടുന്നത്, ഇത്രയും വണ്ണം വെച്ചിട്ട് എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചോദിക്കേണ്ടവർ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കതിൽ നിന്ന് വേണ്ടത് മാത്രം, നമ്മൾ നല്ലത് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ കമന്റ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചില ഐഡിയകളുടെ ഒക്കെ പിന്നിൽ ഒറിജിനൽ ആൾക്കാർ തന്നെയാണോ എന്ന് അറിയത്തില്ല. വെറുതെ ഫേക്ക് ഐഡിയകളിൽ നിന്നൊക്കെ കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിന് മൈൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. എന്തിനാ ഒരു ചെവി കൂടി കേട്ട് ഒരു ചെവി കൂടി കളയുക, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചില സമയത്ത് നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻസ് കുറേ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ആക്ച്വലി നേഴ്സിംഗ് ഫീൽഡ് ഉണ്ട്, ഫാമിലി, പിന്നെ നമ്മൾ ഈ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോട്ടോഷൂട്ട്, നമ്മൾ ഈ റീൽസൊക്കെ ഇടുന്നത്. അതിൽ അധികം മോശം കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കമൻറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേക്കും. ദാറ്റ്സ് ഓൾ. നമ്മുടെ ഇപ്പം ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഡൽസ് എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി, അല്ലെങ്കിൽ ഡ്രസ്സിങ് ഒക്കെ ഇച്ചിരി നമ്മൾ ചിലപ്പം ക്ലീവേജ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പറയുന്നത് ഇതൊക്കെ ഭയങ്കര ബോറാണ് എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ എങ്കിൽ ഈ ചേച്ചി ഫോട്ടോ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള മറുപടികളോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇത് ഭയങ്കര ബോറാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കാണിക്കുന്നത് മോഡലല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ, അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പിക്കുകയോ ഒക്കെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉള്ള? ഇല്ല. ഇത് ഞാൻ ആക്ച്വലി കുറച്ച് ക്ലീവേജ് കാണുന്ന ഫോട്ടോഷൂട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ നെഗറ്റീവായിട്ട് അങ്ങനെ പറയാറൊന്നും വന്നിട്ടില്ല. വേറെ കുറെ റെഫറൻസ് ഫോട്ടോകൾ അയച്ചു തന്നിട്ട് ഇതുപോലത്തെ ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറെ വേറെ വെറൈറ്റി ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുമെന്ന് പറയാറുണ്ട്. പിന്നെ അല്ലാതെ വേറെ അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം മോഡലിംഗ് ഇതാണ്. അതെ, മോഡലിംഗ് ഇതാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ചോദിക്കുകയാണ്, അതായത് നമ്മുടെ അമ്മ സംഘടന, അതായത് ഹേമ കമ്മിറ്റിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെ സംബന്ധിച്ചിടത്തോളം 5 മൂവി കഴിഞ്ഞു. 6ാമത്തെ മൂവിയാണോ ഇത്? കുൽസിത? ഇല്ല, ഇത് 5ാമത്തെ. അതിൽ ഒരെണ്ണം നമുക്ക് ഇറങ്ങാനുണ്ട്, ബാക്കിയൊക്കെ ഇപ്പം ഇറങ്ങി. ഓക്കെ. അപ്പോൾ ഇത്രയും മൂവിയിലേക്ക് അഭിനയിക്കുമ്പോൾ ചെറിയ റോളുകളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഈ ഒരു റോളൊക്കെ ചോദിച്ചു പോകുമ്പോൾ ഒരു പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു ആ ഒരു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓഡീഷൻസ് ഒക്കെ കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രിവാൻഡ്രത്ത് വരെ പോയി ഞാൻ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ആക്ച്വലി ഇൻറ്റീരിയർ വർക്കിൻ്റെ എനിക്ക് ഇന്ന ദിവസം ഓഡീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓഡീഷൻ്റെ ഇത് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ച് നമുക്ക് ഡേറ്റ് തരും അവർ. അപ്പോൾ ആ ഡേറ്റിൽ ഏട്ടൻ ലീവ് എടുത്ത്, അതായത് വർക്കിന് പോവാതെ എനിക്ക് ഓഫുള്ള ദിവസം ഞാൻ ഓഫ് എടുത്ത്, അന്നത്തെ ദിവസം ഓഫ് എടുത്ത് ട്രിവാൻഡ്രം വരെയൊക്കെ ഞങ്ങൾ ബൈ ട്രെയിനിൽ, അത് ബുക്ക് ചെയ്തിട്ടല്ല, ലോക്കൽ ട്രെയിനൊക്കെ പിടിച്ച് നമ്മൾ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിടന്നുറങ്ങുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരെ നമുക്ക് അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഓഡീഷനിലൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല, അതിലൊന്നും വിളിച്ചിട്ട് പോലുമില്ല. പക്ഷെ അവർ കാണിച്ച അഭിനയമൊക്കെ നമ്മൾ അവിടെ കാഴ്ചവെച്ചെങ്കിലും നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല അല്ലാതെ. പക്ഷെ എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ഇങ്ങനെയുള്ള അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഫീൽഡിലുണ്ട്, അപ്പം അവർ വഴിയാണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര എഫേർട്ട് എടുത്താണ് ഒരു ഓഡീഷന് പോയത്, ട്രെയിൻ കയറി, പിന്നെ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പും ഇങ്ങനെ ഓഡീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വിളിച്ചപ്പോൾ പോയപ്പോഴോ
ഇതേപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? അതായത് ഏറ്റവും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അവർ വേണ്ട എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതെ, ഉണ്ടായിട്ടുണ്ട്. അത് കണ്ണൂർ ഒരു ഓഡീഷൻ, അത് നമ്മളെ കൊച്ചിയിൽ നിന്ന് കാസ്റ്റ് ചെയ്ത ഒരു ടീംസായിരുന്നു. കണ്ണൂർ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് ഹസ്ബൻഡ് ഞാനും കൂടി ട്രെയിൻ കയറി കോഴിക്കോട് വരെ എത്തി. കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടുന്ന് നമുക്ക് ഒരു 5 മണിക്കൂർ എങ്ങാണ്ടുണ്ട് കോഴിക്കോട് എത്തി കണ്ണൂർക്ക് പിന്നെയും പോകാനായിട്ട്. അപ്പോൾ കോഴിക്കോട് വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു സമയം കഴിഞ്ഞു പോയി, ഇനി വരണ്ട, നാളെ വരാൻ പറഞ്ഞു. അപ്പം എൻ്റെ സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ, കൊച്ചിയിൽ നിന്ന് ഞാൻ കോഴിക്കോട് വരെ എത്തി. അവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. എന്നാലും അവർക്കൊന്നും എന്നെ അക്സെപ്റ്റ് ചെയ്യായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവരൊരു വീടെടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞു, വീടെടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്, അപ്പോൾ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ചു പോക്കോ, നാളെ വന്നാൽ മതിയെന്ന്. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ പിന്നെയും കൊച്ചിക്ക് വന്ന് വീണ്ടും നാളെ അതുപോലെ തന്നെ പിന്നെയും കണ്ണൂർക്ക് ചെല്ലാനുള്ളൊരു സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പം എന്നോട് തിരിച്ചു വെക്കോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവരുടെ ആ കാസ്റ്റിംഗ് കോളിലുണ്ടായിരുന്ന 2 നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വരണോ വേണ്ടോ എന്താ എന്നൊക്കെ കുറേ എൻക്വയറി ചെയ്തു. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം കാസ്റ്റിംഗ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരൊരു എന്താ പറയുക, കണ്ടി ചോരയില്ലാത്തൊരു ചെയ്ത്താണ് അന്ന് ചെയ്തിരുന്നത്. ഒത്തിരി സങ്കടപ്പെട്ടാണ് തിരിച്ചു പോന്നിരുന്നത് ഞാൻ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല, ഏതെങ്കിലും നല്ലൊരു അവസരം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെയുള്ള അനുഭവങ്ങളൊക്കെ വരുന്നത്, പോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുമായിരുന്നു. അതിൽ ഞാൻ ഒത്തിരി അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഒത്തിരി കരഞ്ഞു. കാരണം ഇപ്പോഴും എനിക്ക് വിഷമം വരും അത് ഓർക്കുമ്പോൾ. കാരണം നമ്മൾ ഒന്നും ആയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ആയി തീരാനുള്ള ഒരു ഇതിലല്ലേ ഇങ്ങനെ ഓഡീഷന് വേണ്ടി പോകുന്നത്. അത് ഓഡീഷനാന്ന് ഓർക്കണം നമ്മൾ. എന്നിട്ട് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അവർക്ക് 1-2 ക്യാരക്ടേഴ്സ് മാത്രം മതിയായിരുന്നു. അപ്പോൾ ഓൾറെഡി അവരെൻ്റെ ഫോട്ടോയും എൻ്റെ ഇൻട്രോ വീഡിയോ ഒക്കെ കണ്ട് ഓക്കെ നിങ്ങൾ സെലക്ട് ആണ്, നിങ്ങളൊന്ന് വന്ന് ഇവിടെ വരെ വരണം, കാരണം ക്ലോസും ഇതുപോലെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കണം, ഞങ്ങൾ തരുന്നൊരു തീം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അപ്പോൾ അത് വലിയൊരു സങ്കടമായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനുശേഷം ഇതുപോലെ നമ്മളോട് ഒരു ക്യാരക്ടർ ഉണ്ട്, നമുക്ക് ചെയ്യാം എന്ന് നല്ലൊരു രീതിയിൽ ഉറപ്പ് തരും. പക്ഷെ പിന്നെ ആ സിനിമ റിലീസ് ആവുന്നതായിരിക്കും പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. വിളിക്കാറില്ല, അറിയില്ല എന്താണ്. എന്തുകൊണ്ടാണെന്ന് പിന്നീട് എപ്പോഴും എൻക്വയറി ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ സിനിമയിൽ നിന്ന് വിളിക്കാവുന്നത്? ഒത്തിരി ആൾക്കാർ ഇതുപോലെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നുമല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഓരോരുത്തരുടെ ചാൻസിന് വേണ്ടി ഒത്തിരി പേരിപ്പോൾ മുന്നോട്ട് വന്നിട്ടിരിക്കണേണ്. ഡേ ബൈ ഡേ അവർ ഒത്തിരി പ്രൊഫൈലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ അവർക്കൊരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ അവർ നമ്മളെ ഓർക്കും. അല്ലെ ഒത്തിരി പേര് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവർ അങ്ങനെ പോകുന്നതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അപ്പം ആ ഒരു വിശേഷം എന്ന് പറയുന്നത്. ചേച്ചി വേറെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? ഷോർട്ട് ഫിലിമാണ് തുടക്കം. ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ കുറേ ആൽബംസ് ഒക്കെ ചെയ്തു. മലയാളത്തിൽ തന്നെ തമിഴ് വർക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ വരെ പോയി ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ല, ജോലിയുണ്ട് അങ്ങനെ. അതുകൊണ്ട് പിന്നെ അടുത്തുള്ള വർക്കുകളൊക്കെ ചെയ്ത് അങ്ങ് പോകുന്നു. ഒത്തിരി വർക്കുകൾ വന്നായിരുന്നു കേട്ടോ, തമിഴിൽ നിന്നൊക്കെ പ്രൊജക്റ്റ് വന്നായിരുന്നു, ഹിന്ദിയിൽ നിന്ന് വന്നായിരുന്നു. പക്ഷെ അത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്നതാ. അപ്പം അത് ഞാൻ കൈ കൊടുത്തില്ല. ഈ സിനിമയോട് അഭിനയിക്കണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴാണ് ഉണ്ടായത്? അഭിനയിക്കണം എന്ന തോന്നൽ അത് ഞാൻ സിനിമ കാണുന്ന സമയത്ത് തന്നെ എന്താ പറയണ്ടേ, ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല സീനൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെയ്ത് നോക്കും. എന്ന് പറഞ്ഞാൽ അതുപോലെയല്ല, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകത്തിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ചെറിയ ഡയലോഗ് കാണുമ്പോൾ സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്ന ഡയലോഗുകളുണ്ടല്ലോ, അത് കണ്ണാടി നോക്കിയൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ടേക്ക് എൻക്വയറിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ സിനിമയെ സ്നേഹിച്ച് തുടങ്ങി. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് തന്നെ വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് തോന്നി. അങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ആഗ്രഹം പറയണേ. അങ്ങനെ ഹസ്ബൻഡ് ഓക്കെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആയി, വീണ്ടും ചെയ്യണമെന്ന്. ഈ ഹസ്ബൻഡിൻ്റെ പൂർണ്ണ സപ്പോർട്ടാന്ന് പറയുന്നത്. വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്, സപ്പോർട്ടുണ്ടോ? വീട്ടുകാരും അങ്ങനെ എതിർപ്പൊന്നുമില്ല. അവർക്കും ഇതുപോലെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് സംഗീതത്തിനോട് എൻ്റെ കുടുംബക്കാർ സംഗീതം ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ കല അവരുടെ ഇതിലും ഉണ്ട്.
അപ്പോൾ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണല്ലോ ഞാൻ സിനിമ ഫീൽഡിലോട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞത് ഹസ്ബൻഡിന് ഓക്കെ ആണോ എങ്കിൽ അതനുസരിച്ച് ബാക്കി ഞാൻ അവരുടെ ഇത് കഴിഞ്ഞല്ലോ, റോള് കഴിഞ്ഞല്ലോ, ഇനി ആളെങ്ങനെയാണോ അതനുസരിച്ച് പോവുക, ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക സിനിമയായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ നാട്ടുകാർ സപ്പോർട്ടാണോ ചോദിച്ചാൽ അവർ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. ഇപ്പം സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓരോ റീൽസും സ്റ്റാറ്റസും ഒക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയും കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തിപ്പെടും, നമുക്ക് പറയാമല്ലോ നാട്ടുകാർ ഈ രീതിയിലാണെന്ന്, നല്ല ഇതാണെന്ന് പറയാമല്ലോ, അങ്ങനെ പറയാറുണ്ട്. പിന്നെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നല്ലത് പറയണവരെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പോരെ. കൂട്ടുകാരിലും ഉണ്ട് നല്ല അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് വന്നാലും അത് ഇത് നല്ലതായിരുന്നു എന്ന് പറയാത്തവരും ഉണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ നമ്മളും ചേർത്ത് പിടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാൻ ചേച്ചീനെ. അപ്പം എന്താണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്നുള്ളത് പറയണം. ഫസ്റ്റ് ഈ ഫോട്ടോ, ഇത് ദേവി മഹാത്മ്യം. എങ്കിൽ രണ്ടാമത്തെ ഫോട്ടോ ഇപ്പൊ കാണിക്കാം. ഇത് എങ്ങനെയാണ്? അത് മത്സ്യകന്യക എന്ന് വേണേ പറയാം. അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ദൈവമേ, അങ്ങനെയല്ല ഗൈസ്, ഇത് മത്സ്യകന്യകയാണെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ വെറുതെ കടലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ പോസം കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന കമന്റ് എന്നൊക്കെ പറയുന്നത് ഹായ് ഞങ്ങളുടെ ജലകന്യകയാണ്, അതായത് മത്സ്യകന്യക തന്നെയാണ്. അടുത്ത ഫോട്ടോ കാണിക്കാം. മാച്ചായിട്ടുണ്ട്. എന്തെങ്കിലും ഇതിനകത്ത് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ. അടുത്ത ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കണ്ടിട്ട് AI ആണ്. ആണോ? അയ്യോ അല്ല, AI അല്ല. അത് ഒന്ന് എഡിറ്റ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമല്ലോ ഫോട്ടോഗ്രാഫേഴ്സ്. AI അല്ലത്, അത് ഞാൻ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പകുതി പേരും, കുറച്ച് പേര് എന്നെ പേഴ്സണലി അറിയാവുന്നവരെല്ലാവരും പറഞ്ഞത് ആ ഫോട്ടോ കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി വേറൊരു ഫോട്ടോ കൂടി കാണിക്കാം. അടുത്ത ഏതാണോ? ഇത് തമ്പുരാട്ടി അല്ലേ? അല്ലേ? അല്ല, അന്തർജനോ? ഞാൻ എന്നെ കൊണ്ട് തന്നെ ഇതൊക്കെ പറയിപ്പിക്കണോ? ഇത് പറയണം. നമ്മളോരോ ഫോട്ടോ എടുക്കുമ്പോ അതിന് ചിലപ്പോ എന്താ ആരാന്നൊക്കെ ചോദിക്കത്തില്ലേ? ഓക്കെ, ഇത് വോളണ്ടിയേഴ്സ് ഡേ അല്ലേ? അതെ, ഇതെനിക്ക് നല്ല റീച്ച് കിട്ടിയ ഫോട്ടോസാണ്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. നല്ല പോലെ. അതെ, റോസാപ്പൂടെ തന്നെ വേറെ വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നു അടുത്തൊരു ഫോട്ടോ. പറഞ്ഞു നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടായിരുന്നു. ജഗ്ഗമ്മ ആ പാട്ട്. അതല്ല, വേറൊരു പാട്ട് വരുന്നത്. മുടിയൊക്കെ ഇങ്ങനെ പുറത്തി അഴിച്ചിട്ടിട്ട് കൂട്ടുകാരി ഇങ്ങനെ വീശിയൊക്കെ തന്നത്, അതിങ്ങനെ മുടി പറഞ്ഞെടുത്ത്. വേറൊരു ഫോട്ടോ കൂടി കാണിച്ചോട്ടെ. കാണിച്ചോ? കുറച്ചുകൂടി സ്വന്തം ഫോട്ടോ കണ്ടിട്ട് എക്സ്പ്രഷൻ ഇടുന്നു. ഇതിനെപ്പറ്റി എന്താ? നല്ല ഫോട്ടോ അല്ലേ? നല്ല ഫോട്ടോ. ആ ഡ്രസ് നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയായി ഗൈസ്. അതോടൊപ്പം ഞാൻ നല്ല കമന്റ്സ് വരും. ഇതോ? ഇത് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അത്രമാത്രം ഉദ്ദേശിച്ചോളല്ലേ? അത്രമാത്രം ഉദ്ദേശിച്ചുള്ളൂ. അല്ല, അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയ? ഹാപ്പി ക്രിസ്മസ് തന്നെ തോന്നിയത്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാം കേട്ടോ എൻ്റെ അഭിപ്രായം, മറ്റേ നീലത്താമര മൂവിക്കകത്ത് അതാണോ ഇത് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ട് പറയരുത്. ഇല്ല, ഇതെന്താ ഉദ്ദേശിച്ചത്? അത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തു. ചേട്ടൻ്റെ മുണ്ടും എൻ്റെ ബ്ലൗസും. എന്താ? ചേട്ടൻ്റെ മുണ്ടും എൻ്റെ ബ്ലൗസും. ഓക്കെ, അങ്ങനെ എടുക്കണമെന്ന് തോന്നി, അപ്പം തന്നെ എടുത്ത്. എനിക്ക് മനസ്സിൽ ഇതുപോലെ ഇന്ന രീതിയിലൊരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നുമ്പോൾ അത് ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അത് നീലത്താമര ഉദ്ദേശിച്ചിട്ടില്ല. അത് ആ ടീം മനസ്സിൽ കണ്ടിട്ടല്ല അതെടുത്തത്, അങ്ങനെ എടുക്കണമെന്ന് തോന്നിയത്. ആ ഫോട്ടോ കുറച്ച് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ ചേച്ചിൻ്റെ ഒരു പഴയ കാല ഫോട്ടോ കാണിക്കും. അയ്യോ, എന്നെ കൊണ്ട് പോളൂ. അല്ല, തുടക്കത്തിലുള്ള ഇപ്പം നമ്മൾ തോന്നും ഈ പുള്ളിക്കാരിയാണോ ഇത് എന്നുള്ളത്. എനിക്കൊരു സംശയം ഉണ്ടെന്ന്, അത് ഒന്ന് പറയാം. അതായത്
ഈ ഫോട്ടോയിൽ കാണുന്നത് അയ്യോ ഇത് ഞാൻ നല്ല തടിച്ചിരുന്നപ്പോഴുള്ള ഫോട്ടോയാ. പക്ഷേ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് guys, ഈ പൊക്കിക്കൊണ്ടുവന്നേ. photo ഭയങ്കര വ്യത്യാസമുണ്ട് ആണം കെടുത്തു. അല്ലേ? ഇപ്പോഴത്തെ ഈ മുഖവും ഈ ഫോട്ടോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഞാൻ നല്ല ഗുണ്ടു പോലെ ഇരുന്നതല്ലേ, ഇപ്പൊ ഞാൻ വണ്ണം കുറഞ്ഞതാ. വണ്ണം കുറച്ചാ? കുറച്ചതല്ല, തന്നെ കുറഞ്ഞതാ. വീട്ടുപണിയൊക്കെ എടുത്താൽ മതി, അപ്പൊ കുറഞ്ഞോളൂ. ഇത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇത്രയും മാറ്റം? ആദ്യം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഇപ്പൊ ഒരു ചലഞ്ച് നടക്കുമല്ലേ, മറ്റേ വണ്ണമുള്ള ഫോട്ടോയും വണ്ണമില്ലാത്ത. അത് ഞാൻ ഭയങ്കര വണ്ണം വെച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെങ്ങനെ മാറ്റം വന്നതെന്ന്. എല്ലാവരും എന്നോട് ജിമ്മിൽ പോകും. ഞാൻ ജിമ്മിലൊന്നും പോയിട്ടില്ല. ഇത് എനിക്കിത് ആദ്യമായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത്. ഞാൻ ജിമ്മിൽ പോകാറില്ല, ഞാൻ ജിം ബോഡി അല്ല, ഞാൻ ഇങ്ങനെ. അത് ഞാൻ നോർമലി ഇങ്ങനെ ആയതാ. വണ്ണം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ഇങ്ങനെയായി. ഡയറ്റ് എന്തെങ്കിലും എടുത്തായിരുന്നോ? ഡയറ്റ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് ചോറ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചോറ് ഞാൻ കഴിച്ചു പോകും എങ്ങനെ വന്നാലും. ഇങ്ങോട്ട് കഴിക്കാതെ എന്ത് കഴിക്കും ഞാൻ, പക്ഷെ ഇങ്ങോട്ട് കടിക്കാത്തത്? അതെ, എല്ലാ ഫുഡും കഴിക്കും. ബീഫൊക്കെ ഇഷ്ടമാണ്? അയ്യോ വിവാദാക്കല്ലേ. അല്ല, ബീഫ് ഇഷ്ടപ്പെടാത്ത എനിക്കിഷ്ടാ. ബീഫ് കഴിക്കും പിന്നല്ലാതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് കടിക്കാത്ത എന്തും കഴിക്കും. പിന്നെ ഞാൻ അവസാനം ഒരു ഫോട്ടോയിൽ, അതായത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് മോളാണോ? അതെ, വാവ. മോളുടെ പേരെന്താ? ശിവാനി. മോളെത്തല്ല പഠിക്കുന്നേ? 2nd സ്റ്റാൻഡേർഡിൽ. എങ്ങനെയുണ്ട് മോള് ഈ അഭിനയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ, അഭിപ്രായമൊക്കെ? ആള് എല്ലാരും പറഞ്ഞ എന്റെ ഒരു ഫോട്ടോ കോപ്പിയാന്ന് പറയണേ. ആൾ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമിൽ, എൻ്റെ മോളായിട്ട് തന്നെയാ. പിന്നെ കുറെ വർക്ക് ഇപ്പൊ ആള് പഠിക്കുമല്ലേ, ചെറിയ ചെറിയ വർക്കുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അതിലിപ്പോൾ ഞാൻ വിടുന്നില്ല. പഠിത്തത്തിൽ തന്നെ 2 കുട്ടികളുണ്ട് കേട്ടോ. രണ്ടാമത്തെ ആളും. 2 കുട്ടികളുണ്ട്? അതെ. ഞാൻ ഒരു കുട്ടീനെ എനിക്ക് മനസ്സിലായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഒരു കുട്ടിയായിട്ടാന്ന് തോന്നുന്നു അല്ലേ വന്നത്? അല്ല, 2 പേരും ഉണ്ടായിരുന്നു. 2 പേരും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് 2.25, 3 വയസ്സ് ജനുവരിയിലാവും. ആളും എൻ്റെ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ മോളായിട്ട് തന്നെ. 2 പേരും അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ഒപ്പം. അപ്പൊ 2 കുട്ടികളുടെ അമ്മയും കൂടിയാണ് ഗൈസ്. വേണ്ട ഒന്നുമില്ല, കമന്റ് ബിലോ. അതെ, എല്ലാവരും ചോദിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞതാണോ, കുട്ടികളുണ്ട്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും റിപ്ലൈ ഒന്നും ചെയ്യാറില്ല. എനിക്ക് ടൈം കിട്ടാറില്ല, കാരണം ജോലി തിരക്ക് കാരണം. ഇടയ്ക്കൊന്ന് ഓഫൊക്കെ കിട്ടുമ്പോഴാണ് ഫോൺ എടുത്തിട്ടിരിക്കുന്നത്, റീൽസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി എൻ്റെ ഐഡിയിൽ ഞാൻ ഒത്തിരി ഫോട്ടോസൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ മോഡലിംഗ് ഫോട്ടോസൊക്കെ ഇടുന്ന കാരണം ഫാമിലി ഫോട്ടോസൊന്നും അങ്ങനെ ഇടാറില്ല. വേറെ സെക്കൻഡറി ഐഡിയ ഉണ്ട്, ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോസ് ഇല്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, ഇതാ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. കൂടുതൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഓക്കെ, ഇതാണ്, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു കേസ്. കാരണം നമ്മൾ 5th മൂവി ആയതല്ലേ ഉള്ളൂ. ഇനി അടുത്ത വലിയ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ അടുത്ത എക്സ്പീരിയൻസ്, ലെജൻസുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെക്കാൻ. ഞാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്, ഫസ്റ്റ് മൂവി ചെയ്തത് നമ്മുടെ ഗുരു സോമസുന്ദരൻ സാറിൻ്റെ കൂട്ടത്തില. എനിക്ക് ഫസ്റ്റ് ആ ഒരു ഇത് ഷെയർ ചെയ്യാൻ പറ്റിയത് ആളുടെ കൂട്ടത്തിലാണ്. ഫസ്റ്റ് ഫേസ് ടു ഫേസ് ഞാൻ, അതൊരു സോങ് ആയിരുന്നു, അതിൽ ഒരു ഇത് ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. അതൊക്കെ ആയിരിക്കും എൻ്റെ തുടക്കം. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ എനിക്ക് നല്ല കാര്യം വരും. ഏറ്റവും ഇപ്പം ഫിലിമിൽ അഭിനയിക്കാൻ ഒരാഗ്രഹം ഉള്ളതുപോലെ തന്നെ എനിക്ക് ഈ നടനുമായിട്ട് അഭിനയിച്ചാൽ കൊള്ളാം എന്ന്. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ കാണുമല്ലോ, എല്ലാവർക്കും ഒരു ക്രഷുള്ള നടൻ കാണുമല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ജോജു ജോർജിൻ്റെ പേര് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേപോലെ അഭിനയിക്കാനല്ല, ആളിനെ പ്രത്യേകം ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചിക്ക് ഇപ്പം അഭിനയ രംഗത്ത് നിൽക്കുമ്പോൾ പല നടിമാരും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇങ്ങനെ നടൻ്റെ കൂടെ അഭിനയിക്കാൻ. കഴിഞ്ഞ ദിവസം തന്നെ റീസെൻ്റായിട്ട് സായി പല്ലവി ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിരുന്നത് പുള്ളിക്കാരിക്ക് സൂര്യയെ ഭയങ്കര ഇഷ്ടമാണ്, ക്രഷാണ്, അഭിനയിക്കാൻ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നിട്ടുണ്ട്, ഒരു മൂവി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് കയറി വരുന്നതേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം? എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മൂവിയും മിക്കപ്പോഴും ഞാൻ പോയി കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ടോവിനോയുടെ കൂട്ടത്തിലാണെങ്കിലും ഇത് ദുൽഖറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും അവരുടെ ആ ഓരോ ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് അതിലൊരു ഭാഗം അവരുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയിരുന്നു. ഇന്ന ആളെന്നില്ല, എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് അവരുടെ കൂട്ടത്തിൽ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അവിടെ വരെ എത്തുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന ആളെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. താങ്ക് യു. ഇപ്പം ഇൻസ്പിറേഷൻ ഉണ്ടോ ആരെങ്കിലും? ഇപ്പോൾ നമുക്ക് ചുറ്റും നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നത് തന്നെ എൻ്റെ ഇൻസ്പിറേഷനാണ്. അവർ തന്നെ എൻ്റെ ഇൻസ്പിറേഷനാണ്. ഇന്ന ആളെന്ന് എടുത്ത് പറയാം
കാണുന്ന ഇപ്പോൾ ഈ പരിചയപ്പെടുന്നവർ നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ. അപ്പം ഇതൊക്കെയാണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹളയിലെ. അത് മര്യാദക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, പറ. കുണ്ടന്നൂരിലെ കുൽസിത ലഹളയിലെ അല്ലേ, അങ്ങനല്ലേ? കറക്റ്റാ. കുണ്ടന്നൂരിലെ കുൽസിത ലഹളയിലെ ബാക്കി അല്ല, കുണ്ടന്നൂരിലെ കുൽസിത ലഹള അല്ലേ? ഒന്നുകൂടി. ഓക്കെ, ഇത് കട്ട് ചെയ്യണ്ടോ? ഇത് ഇല്ല, ഒന്നുകൂടി ഒരു പ്രാവശ്യം. നിങ്ങൾ ഞങ്ങളുടെ പല കാര്യങ്ങളും കട്ട് ചെയ്ത് നിങ്ങൾ റീൽസ് ആക്കി കേട്ടതില്ലേ? ഇത് കട്ട് ചെയ്യണ്ട. ഓക്കെ ഗൈസ്, ഒരു പ്രാവശ്യം കൂടി. അപ്പം ഇതാണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹളയിലെ ഐശ്വര്യ ചേച്ചി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങളായിരുന്നു ഇതൊക്കെ. ഇനിയും നല്ല നല്ല മൂവികൾ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് ഇനിയും അടുത്ത ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഒരു ഇന്റർവ്യൂവിന് ഒരുമിച്ച് കാണാം എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു.